നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. സംസരസ്വത്യേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ആറാമത്തെ ശ്ലോകം ഭട്ടതിരിപ്പാട് തത്വചിന്ത ഒട്ടും വിടാണ്ട് തന്നെ പൂർണ്ണമായിട്ടും മൂപ്പരുടെ സെക്കൻഡ് ഇഷ്ടമുള്ള ടോപ്പിക്കാണ് രസം. അത് ഭട്ടതിരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. ഈ രസത്തിനെ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. രസത്തിനെ വെച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അതാണ് രാസക്രീഡ. ഭട്ടതിരി ശരിക്ക് അത്രയും മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. രാസക്രീഡാ ഭാഗം വരുമ്പോൾ അത് ശരിക്കറിയും നമുക്ക്. ഭക്തിയിൽ രസമാണ്, സ്വാരസ്യം എന്ന് നമ്മൾ പറയണത് അതുകൊണ്ടാണ്. രുചി ഉണ്ടെങ്കിൽ രസം അനുഭവിക്കാൻ സാധിക്കും. ടേസ്റ്റ് അറിയണമെങ്കിൽ നാക്ക് നന്നായിരിക്കണം, അല്ലേ? അത് ശുദ്ധാക്കി വെക്കണം. മറ്റ് മോശപ്പെട്ട വസ്തുക്കളെ കൊണ്ട് ആ നാക്കിനെ കുഴപ്പമാക്കരുത്. രുചി നന്നായിട്ട് അറിയണം. അതല്ലേ നമ്മൾ ഈ ചായ കമ്പനികളിൽ ടേസ്റ്റ് നോക്കണ ആൾക്കാരുണ്ടാവും. അവർക്ക് വലിയ ശമ്പളമാണ്. അവരധികം മധുരമുള്ളതോ എരിവുള്ളതോ പുളിയുള്ളതോ ഒന്നും കഴിക്കില്ല. അവർക്ക് ഫുഡൊന്നും മര്യാദയ്ക്ക് രുചിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നാക്കിനെ അത്ര ലോലാക്കി വെക്കണം. വൈൻ ടെസ്റ്റേഴ്സും ഉണ്ട്, മദ്യം ടെസ്റ്റ് ചെയ്യണവർ. വലിയ ശമ്പളമാണ്. പക്ഷെ എന്താ, ഒന്നും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ല. അതുപോലെ ഇതിനെ കാണാൻ പറ്റില്ല. ശുദ്ധമാക്കി വെച്ചാൽ രസം അറിയാം. ബോധത്തിൽ ഉറച്ചിരുന്നാലേ രസം അറിയുള്ളൂ എന്നാണ് ഭട്ടതിരി പറയണത്. ബോധത്തിനെ മറന്നിട്ട് അല്ലെങ്കിൽ ബോധത്തിനെ തിരിച്ചറിയാണ്ട് രസം കിട്ടില്ല. തത്വചിന്ത അതുകൊണ്ട് തന്നെ കൈവിടുന്നില്ല. ഒരു കയ്യിൽ തത്വചിന്ത പിടിച്ചിട്ടാണ് രസം പിടിക്കണം. ഒരു കയ്യിൽ വേദം, മറുകൈയിൽ വെണ്ണ. ഗുരുവായൂരപ്പൻ അങ്ങനെ നിൽക്കണം. ഒരു കയ്യിൽ വേദം, മറുകൈയിൽ വെണ്ണ, ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് മുമ്പുള്ള ശ്ലോകങ്ങൾ 5 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാൻ ആരാണെന്ന് ഭട്ടതിരി തൻ്റെ ബെസ്റ്റ് ഓഫ് ദ സ്കിൽസ് ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് സ്ഥാപിച്ചു. നമുക്ക് മനസ്സിലാക്കി തന്നു. നോക്കൂ, ഇന്ന് ഉച്ചവരെ ഇരുന്നിട്ട് നമ്മൾ ആകെ 5 ശ്ലോകമാണ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇയാളിനി എപ്പോഴാണാവോ അതൊക്കെ പറഞ്ഞ് തീർക്കാൻ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ ശ്ലോകം 5 എണ്ണം കഴിയുമ്പോൾ ഭട്ടതിരി നമുക്ക് പറഞ്ഞു തരികയാണ് ഭഗവാൻ എങ്ങനെയാണ് ഭക്തന് ദർശനം തരിക, എങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്നവനാക്കുക ഭക്തനെ, തന്നെ എങ്ങനെയാണ് ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ രുചിക്കാൻ പറ്റുന്ന തേനാക്കി ഭഗവാൻ മാറ്റുക, നുകരുക, അങ്ങനെ ആക്കാൻ സാധിക്കുക. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് തത്തേ പ്രത്യഗ്രധാരാധര ലളിത കലായാവലി കേളികാരം. എന്താ ശ്ലോകം!
അല്ലേ? ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃത സന്തോഹമന്ത സിഞ്ചത് സഞ്ചന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ രൂപം തന്നെ തത്തേ ബബു എന്നാ പറയണത്. അങ്ങയുടെ ആ രൂപം തന്നെ, ആ രൂപത്തിൻ്റെ തുടർച്ച. മുൻപ് പറഞ്ഞ ആ പരബ്രഹ്മം എന്താണോ ആ പരബ്രഹ്മത്തിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്ന വിഗ്രഹം എന്നാ പറയണത്. അത് തന്നെയാണ് ആ നിർഗുണമായിട്ടുള്ള നിരാകാരമായിട്ടുള്ള ആ പരബ്രഹ്മം തന്നെയാണ് ഈ സഗുണമായിട്ടുള്ള ഇവിടെ ഇരിക്കണ ഈ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാണ് തത്തേ ബബു. ആ രൂപം തന്നെയാണ് ഇതാ ഇവിടെ ഇരിക്കണത് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യഗ്രധാരാധര, പുതിയ ഇപ്പുണ്ടായിട്ടുള്ള ഫ്രഷായിട്ടുള്ള മഴമേഘത്തിനെ പോലെ ആ വന്നു തുടങ്ങി. ഗുരുവായൂരപ്പൻ്റെ വരവാണ്. ഇവിടുന്നാണ് അങ്ങോട്ട് രൂപം അങ്ങോട്ട് കയറി വരുന്നത് അല്ലേ? അങ്ങനെ ജലം നിറച്ചിട്ട് പുതിയ ഒരു മേഘം കടലിൽ നിന്ന് ഇങ്ങനെ ഉയർന്നിങ്ങനെ വരികയാണ് മഴ പെയ്യിക്കാനായിട്ട്. അതുപോലെ പുതിയ മഴവേഗം പോലെ പ്രത്യഗ്ര എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടായിട്ടുള്ള ചൈതന്യമുള്ള എന്നൊക്കെ അനവധി അർത്ഥങ്ങൾ. അത് ഇരുണ്ട മേഘമാണോ? അല്ല. ദുഃഖം കാണിക്കുന്ന മേഘമാണോ? അല്ല. നല്ല കുളിർമയുള്ള, ധാരാളം പോഷണം തരുന്ന, നമ്മളെയൊക്കെ പോഷിപ്പിക്കണം, നമുക്കൊക്കെ കരുണ തരുന്ന, വൃഷ്ടിയെ ചെയ്യാൻ പോകുന്ന, നമ്മുടെ ഉള്ളിലെ ആ ഹൃത്താപത്തിനെ, അകത്തുള്ള ചൂടിനെ, ഉള്ളിലത്തെ ചൂടിനെ മഴ പെയ്ച്ച് തണുപ്പിക്കുന്ന ഏതൊരു കാർമേഘം, ഗുരുവായൂരിലെ മേഘം എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ രമേശൻ നായർ? അത് ആ മേഘം, ആ മേഘത്തിൻ്റെ വരവാണ്. ആ വരവ് പറയാണ് എങ്ങനെ? ലളിതകലായാവലീ കേളികാരം, കായാമ്പൂക്കളുടെ നിരകളുടെ ഭംഗിയോട് കൂടിയിട്ട് ലീലകളാടുന്ന, സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവങ്ങളോട് കൂടിയവന്. കൃഷ്ണൻ ഒരിക്കലും ചെറുപ്പകാലത്ത് നിശ്ചലനായിട്ടിരുന്നിട്ടില്ല. മുതിർന്നപ്പോഴാണ് നിശ്ചലനായിട്ടിരുന്നത്. അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കണ്ണുപോലും ഇളകിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഒരു വെറിയാത്ര, ഇങ്ങനെ ഒരു എനർജിയുടെ ബോള് നടക്കണ മാതിരിയാണ് അത്ര നടന്നുകൊണ്ടിരുന്നത് കുട്ടിക്കാലത്ത്. വസ്ത്രം ശരിക്കുണ്ടാവില്ല, ആഭരണം ശരിക്കുണ്ടാവില്ല, ശ്രദ്ധ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കും, അവിടെ നോക്കും, അങ്ങോട്ടോട് ഇങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കുട്ടി, സച്ചിദാനന്ദ കട്ട, അങ്ങനെ ഓടിച്ചാടി നടക്കണ അവസ്ഥ. അതുകൊണ്ടാണ് കായാമ്പൂ നിരകളുടെ ഭംഗിയോട് കൂടിയിട്ട് കലായ ആവലീ കേളികാരം എന്ന് പറഞ്ഞ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ശരീരം നിശ്ചലമല്ല, അത് ലീലകൾ നിറഞ്ഞാണ്. പ്രപഞ്ച ശരീരം നോക്കൂ, എന്തൊക്കെ സംഭവിക്കണു അല്ലേ? എവിടെയൊക്കെയോ ഇപ്പോൾ ആരൊക്കെയോ ജനിക്കണു, ആരൊക്കെയോ മരിക്കണു, ആരൊക്കെയോ ആശുപത്രിയിൽ പോണു, ആരൊക്കെയോ സന്തോഷിക്കണു, ആരൊക്കെയോ ഇണചേരണു, ആരൊക്കെയോ ഭക്ഷണം കഴിക്കണു. എന്തോ പ്രപഞ്ചം, ഭഗവാന്റെ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം പ്രപഞ്ച ശരീരം. ലാവണ്യസൈകസാരം, സൗന്ദര്യത്തിൻ്റെ ഏകമായിട്ടുള്ള സത്ത. സൗഹു എന്ന് പറഞ്ഞാൽ പുഷ്ടിയാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ, ഞാൻ പറയും കായകറിയൊക്കെ എടുത്തിട്ട് നമ്മൾ എങ്ങനെ അറിയണത്? ഇത് മതിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രമിക്കും. ഒരു ദിവസം പഴക്കം കൂടിയതോ ഒരു ദിവസം പച്ചപ്പോ ആണെങ്കിൽ നമുക്കത് ഉള്ളിലറിയും. ആരാ പഠിപ്പിച്ചതെന്ന്? നമ്മൾ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എടുത്തു വയ്ക്കില്ലേ, ഇത് 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 എന്ന് പറഞ്ഞിട്ട്? അത് ആരാ പറഞ്ഞതെന്ന്? ഉള്ളിലറിയണതാ. ആ എന്താണോ ഏതൊരു വസ്തുവിൻ്റെയും ദ ബെസ്റ്റ് ടൈം, ഓപ്റ്റിമൽ ടൈം, അതാണ് ലക്ഷ്മി, അതാണ് സൗ. അതുകൊണ്ടാണ് ബാലാമന്ത്രത്തിൽ മൂന്നാമത്തെ മന്ത്രം സൗ. സൗച്ച സ്ഥിതികാരകാണ്. ഏം എന്നുള്ള മന്ത്രം സംഹാരകാരകാണ്. ക്ലീം സൃഷ്ടികാരകാണ്. സംഹാരം, സൃഷ്ടി, സ്ഥിതി. സൃഷ്ടി, സ്ഥിതി, സംഹാരമല്ല ബാലാമന്ത്രം. സൗ. അത് എവിടെയുണ്ടോ, അത് തിരിച്ചറിയപ്പെടുന്നുണ്ടോ, അത് സൗന്ദര്യം. ഇതാണ് സൗന്ദര്യം. അല്ലാതെ നമ്മൾ കാണുന്ന മാതിരി അതല്ല സൗന്ദര്യം. അതുമാണ്, അത് മാത്രമല്ല. അപ്പൊ ഇവിടെ ആ സൗന്ദര്യത്തിൻ്റെ ഏകമായിട്ടുള്ള സത്ത, ലോകത്തിലെ എല്ലാ സൗന്ദര്യങ്ങളും കടമെടുത്തിരിക്കുന്നത് ഈ ഒറ്റ ഉറവിടത്തിൽ നിന്നുള്ളതാണ്. അതാണ് ലാവണ്യസൈകസാരം. സകല സൗന്ദര്യങ്ങളുടെയും മൂലമായിരിക്കുന്ന ഏതൊരു സൗന്ദര്യം. ആചാര്യസ്വാമികൾ ആ സൗന്ദര്യത്തിനെയാണ് എഴുതിയത്. ശിവശക്തിയുക്തോ യതിഭവതി ശക്തപ്രഭവിതം എന്ന് പറഞ്ഞിട്ട് എഴുതിയത് ആ സൗന്ദര്യത്തിനാണ്. ആ സൗന്ദര്യം തന്നെയാണ് ഇതെന്ന് തന്ത്രത്തിലും പറയുമല്ലോ. പുരാ ലളിതാ കൃഷ്ണ സംഭവ, പണ്ട് ലളിതയാണ് കൃഷ്ണനായിട്ട് ജനിച്ചതെന്ന് പറയും. തന്ത്രപ്രമാണമാണ്. ലളിതയാണ് കൃഷ്ണനായതെന്ന് പണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് കിടക്കുന്നത്. എന്നിട്ട് പറയാം സുഹൃതി ജനദൃശാം, പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക്, സുഹൃതിച്ച വെറും സൽക്കർമ്മം ചെയ്യാന്നുള്ളതല്ല അർത്ഥം. ഈശ്വരകൃപയെ തടസ്സമില്ലാണ്ട്
സ്വീകരിക്കാനും തിരിച്ചറിയാനും പാകപ്പെട്ട മനസ്സിനുടമകളായിട്ടുള്ളവരാരാണോ ഉള്ളത് അവരാണ് സുകൃതി. അല്ലാണ്ട് കുറെ പുണ്യം ചെയ്തവരല്ല. കുറെ പുണ്യം ചെയ്താൽ സുകൃതി ആവില്ല. ഭഗവാൻ തരുന്നത് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുള്ളവർ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുരുകൻ്റെ പ്രഭാഷണത്തിലും സ്വാമിയുടെ പ്രഭാഷണത്തിലൊക്കെ പറയും, രണ്ടുപേരും ചോദിക്കുന്നത്, ഭഗവാനും ചോദിക്കുന്നതാണ്, ഐ എം റെഡി ടു കം ബട്ട് ആർ യു റെഡി ടു റിസീവ് മീ? ഇതാണ് ചോദിക്കുന്നത്. ഞാൻ വരാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാൻ സാധിക്കുമോ? എന്നാൽ ഓരോ ഈശ്വരനും ചോദിക്കുന്നത് അതിന് തയ്യാറെടുക്കലാണ് ഓരോ സാധനയും. ഭട്ടതിരി ഇവിടെ പറയുക, മഹാലക്ഷ്മി അതിനു മുമ്പ് പറയുക, പൂർണ്ണ പുണ്യാവതാരം, പുണ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവതാരം. ഈ രൂപത്തിനെ ദർശിക്കുന്നത് പുണ്യത്തിൻ്റെ ഫലം മാത്രമല്ല, പുണ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നവർക്കേ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുള്ളൂ എന്ന്, അല്ലാത്തവർക്ക് സാധിക്കില്ല എന്ന്. ഈശ്വര, ഇതറിയാണ്ടല്ലേ നമ്മൾ ആ വിഗ്രഹത്തിനെ നോക്കി പോരുന്നത്? ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയാ, ലക്ഷ്മി നിശങ്കലീലാ നിലയനം. ലക്ഷ്മി യാതൊരു പേടിയും ഇല്ലാണ്ട് ശങ്കയും ഇല്ലാണ്ട് വിളയാടനിടന്ന്. ലക്ഷ്മി ദേവിക്ക് എപ്പോഴും സംശയമാണ്. ലക്ഷ്മി ദേവി അങ്ങനെ ആരുടെ കൂടി ഇരിക്കില്ല. അത് ഭട്ടതിരി തന്നെ പിന്നീട് പറയുന്നുണ്ട്, ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് അത്ര ലക്ഷ്മി ദേവി നമ്മുടെ അടുത്ത് ഇരിക്കാത്തത്. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ അടുത്ത് പോകണം, അതിന് വേണ്ടിയിട്ട് അത്ര ഓർഡർ. അതാണ് അത്ര ലക്ഷ്മി അസ്ഥിരയായത്. ലക്ഷ്മിയെപ്പോലും വേണ്ടാത്തവനെയാണ് അത്ര ലക്ഷ്മി പ്രേമിക്കുക. മാല എടുത്തിട്ട് ചുറ്റും നോക്കി, എന്നെ വേണ്ടാത്തത് ആരാന്ന് അമ്മയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാണ്ട് നിൽക്കുന്ന ഒരാളെ കണ്ടു, അയാളെ കഴുത്ത് കൊണ്ടേ മാലയിട്ടു. അത് നാരായണനായിരുന്നു. അതുകൊണ്ട് അത്രേ. ബാക്കി എല്ലാവരും ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ഇവിടെ എന്നെ ഇപ്പം കല്യാണം കഴിക്കും, ഇപ്പം കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് പാലാഴി മദനം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇവിടെ പറയാം, മഹാലക്ഷ്മി ആരിലാണോ യാതൊരു ശങ്കയും ഇല്ലാണ്ട് വിളയാടുന്നത്, ഭയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ തത്വചിന്തകളെയും അവിടെ ഇല്ലാണ്ടാക്കുകയാണ്. പല ഫിലോസഫികളും ആധ്യാത്മികതയെ തന്നെ നമ്മളെ ഭഗവാനെ പേടിപ്പിക്കാനോ പഠിപ്പിക്കുക. കാളിയെ പേടിപ്പിക്കാൻ, ശിവനെ പേടിക്കാൻ, പേടിപ്പിച്ചിട്ട് ഗോഡ് ഫിയറിങ് എന്നുള്ളൊരു സെമറ്റിക് മതത്തിൻ്റെ പ്രയോഗം തന്നെ നമ്മുടെ ഭാഷയിലുണ്ടായതാ. ഭാരതീയമായിട്ടുള്ള ചിന്തയിൽ ഗോഡ് ഫിയറിങ് ഇല്ല, ഗോഡ് ലവിങ് മാത്രമേ ഉള്ളൂ. ഈശ്വരനെ സ്നേഹിക്കാനേ നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളൂ, ഈശ്വരനെ ഭയപ്പെടാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം അവിടെ ഗോഡ് ഫിയറിങ് അല്ല, ഗോഡ് ലവിങ് ആക്കുകയാണ് ചെയ്യണത്. ഏത് തത്വചിന്തയാണോ ഈശ്വരനെ പേടിക്കാൻ പഠിപ്പിക്കണത് അതിനെ എടുത്ത് കളയിപ്പിക്കണം. അതാണ് പറഞ്ഞത്, മഹാലക്ഷ്മി പോലും പേടിക്കാതെ പോയിട്ടിരിക്കണ സ്ഥലം. ഐശ്വര്യദേവത ഭയമില്ലാണ്ട് വസിക്കണ സ്ഥലത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല, ആകുലതകൾ ഉണ്ടാവില്ല, ഭീഷണികൾ ഉണ്ടാവില്ല. ഗുരുവായൂരപ്പനെ ധ്യാനിച്ചില്ലെങ്കിൽ നിനക്ക് ആ പ്രശ്നം വരും, ഇവിടെ നീ വഴിപാട് കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഈ കുഴപ്പമുണ്ടാവും, ഞങ്ങളെ എല്ലാ വർഷവും കണ്ട് ഇവിടെ കാണിക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം കുഴപ്പമാവും. ഇതൊന്നും പറയുന്നില്ല. പോവാം, പോവാതിരിക്കാം, സൗകര്യമാരി പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അമൃതസ്യന്ത സന്തോഷം, ഇടതടവില്ലാണ്ട് പ്രവഹിക്കണ അമൃതിൻ്റെ ഒഴുക്ക്. ഇത് എവിടെയോ സൂക്ഷിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അമൃതൊന്നുമല്ല, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണ നിത്യനൂതന ഗംഗയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമൃതിൻ്റെ ഒഴുക്ക്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ഒഴുക്ക് എന്ന് തുടങ്ങി ആർക്കും അറിയില്ല. ഇപ്പോഴുണ്ടോ? ഓ ഇപ്പോഴും ഒഴുകുണ്ട്. പണ്ടത്തെ അത്രയുണ്ടോ? ഓ പണ്ടത്തെ അത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലെക്കാട്ടിലുണ്ടോ സംശയം. അത്രയുണ്ട്. ഇനി ഒഴുകുമോ? ഇനിയും ഒഴുകും. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ആ അമൃത് സ്നേഹം. എങ്ങനെ? അന്തസ്സിഞ്ചത് സഞ്ചിന്തകാനാം, ധ്യാനിക്കുന്നവൻ്റെ ഉള്ളു നനയ്ക്കാനാണ് അത്ര ഒഴുകണത്. നമ്മുടെയൊക്കെ ഉള്ളിൽ നനവുണ്ടാക്കാൻ, ആ നനയ്ക്കാൻ ആരാണോ മൂപ്പരെ ആലോചിക്കണം അവരുടെ മനസ്സങ്ങോട്ട് നനച്ച് കുളിർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് പുറമേ ഉണ്ടാവുന്ന കുതിരലല്ല, അകത്തുണ്ടാവണ ആർദ്രതയാണ്. ഗുരുവായൂരപ്പനെ കിട്ടുമ്പോൾ ആ കിട്ടിയ ആളുടെ ലക്ഷണം അകത്ത് ആർദ്രമായിരിക്കും അവരുടെ മനസ്സ്. കരുണ ഒഴുകും, ഒരാളോടും വിരോധം തോന്നില്ല. ഗുരുവായൂരപ്പൻ തൊട്ടാതെ അങ്ങനെയാണ്. ആ ഭാവത്തിലേക്ക് താനെ വരും. അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു, സ്നേഹത്തോടെ ഞാൻ നിന്റെ പുറകെ വരണു ഗുരുവായൂരപ്പ എന്ന് പറയാണ്. കഠിനമായിട്ടുള്ള ഒരു യോഗാഭ്യാസമോ ഒരു ചിട്ടയോ ഒന്നും പറയണില്ല. കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് മൂക്കിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ ശ്വാസം ഇതിൽ കൂടെ കയറ്റി അല്ലേ, അല്ലെങ്കിൽ ആ മാലയെടുത്ത് ഈ വിരൽ തൊടാണ്ട ജപിച്ച് നിന്റെ അറ്റത്ത് കൂടെ ശക്തി പോവും എന്നൊക്കെ പറഞ്ഞ് അല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ജപമൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നും പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് മധുരത്തിലേക്ക് മനസ്സൊഴുകുന്നത് പോലെ സൗമ്യമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. പലരും ചോദിക്കും, ഗുരുവായൂരപ്പ സന്തോഷിക്കണേ, ഗുരുവായൂരപ്പ സന്തോഷിക്കണേ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ പറഞ്ഞേക്കാട്ടിലും ഗുരുവായൂരപ്പനോട് പറഞ്ഞ ഭഗവാനെ എണീച്ചു പോവല്ലേ എന്നാണ് പറയുന്നത്. അടുത്തിരുന്നാൽ മതി, അടുത്തിരിക്കണതേ സന്തോഷമല്ലേ. ഗുരുവായൂരപ്പൻ സന്തോഷമാണ്, അത് പിന്നെ എന്ത് സന്തോഷിക്കാനാ? തലവേദനയ്ക്ക് തലവേദന വരുമോ?
ഞാനൊരു കോമഡിക്ക് പറഞ്ഞാണ്. സന്തോഷത്തിന് ഇനി എന്ത് സന്തോഷം വരാനാ? ആ സന്തോഷമാണത്. അപ്പോൾ അതെപ്പോഴും സന്തോഷത്തിലാണ്. അതിനോടാകെ പറയേണ്ടത് ഇവിടുന്ന് എണീച്ചു പോരുത്, എൻ്റെ അടുത്ത് നിന്ന് എണീച്ചു പോരുത്, സദാ എൻ്റെ അടുത്തിരിക്കണം എന്ന് പറയാം. എന്നെ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് എണീച്ചു പോയില്ല എന്ന് നമുക്ക് പറയാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അത് ചിലപ്പോൾ എണീച്ചു പോകും. അതുകൊണ്ട് ഗുരുവായൂരപ്പ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ മാരുതാകാരനാഥ എന്നാണ് വിളിക്കണത്. എന്താ ശബ്ദം തന്നെ അങ്ങനെ ആ വിളിയിൽ തന്നെ അങ്ങോട്ട് കിടക്കണം. ഗംഭീര ശബ്ദ കൊടുത്തിരിക്കണ്. മാരുതം ആകാരം നാഥൻ. മരുത്തുക്കൾ മാരുതനെ കുറിക്കുന്നു. മരുത്തുക്കൾ എവിടെയാ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണനത്. പ്രാണന്റെ ഒരു സ്വഭാവമാണ്. എവിടെയാ മരുത്തുക്കൾ ഇരിക്കണം? നമ്മുടെ ശരീരത്തിൽ ഇവിടെ. ഇത് മുറിക്കുക കഴിഞ്ഞു, ഇത് മുറിക്കുക കഴിഞ്ഞു അല്ലേ? മരുത്തുക്കൾ ഇരിക്കണം നമ്മുടെ ശരീരത്തിൽ ഇവിടെയാ. ഏറ്റവും പ്രധാന ഭാഗമാണ്, ശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ്. അപ്പോൾ ഭഗവാനെ ശരിക്ക് പ്രാണനാഥ എന്നാണ് വിളിക്കണത്. മാരുതാകാരനാഥ എന്ന് വിളിക്കണത് പ്രാണനാഥ എന്ന് തന്നെ വിളിക്കുകയാണ്. അവിടെ ആത്മബന്ധങ്ങളുണ്ട്. ഭട്ടതിരി ഇങ്ങനെയാണ് ഗുരുവായൂരിന് ഗുരുവായൂർ എന്ന് പേരിട്ടത്. ഇതൊരു അറിയപ്പെടാത്ത ചൈതന്യമല്ല, ഇത് രഹസ്യമുള്ള ചൈതന്യമല്ല, ഇത് പുസ്തകങ്ങളിൽ മാത്രം കിട്ടുന്ന ചൈതന്യമല്ല, ഇത് ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് കിട്ടേണ്ട ചൈതന്യമല്ല. ഇത് എൻ്റെ ഭഗവാനാണ്. നെഞ്ചത്ത് അടിച്ചിട്ടാണ് പറയണത്, എൻ്റെ ഭഗവാനാണ്, എൻ്റെ ഒപ്പരിക്കണവനാണ്, ഞാനാണ്. ആ ബോധ്യം ഭട്ടതിരി ഉണ്ടാക്കി തരികയാണ് അവിടെ. ശുദ്ധമായിട്ടുള്ള മാധുര്യം, ശാന്തത. ഇവിടെ ആവശ്യമില്ല, യാചനയില്ല, അത്ഭുതവും ആരാധനയും മാത്രം. ഭക്തൻ പുറത്തു നിന്നിട്ടല്ല നോക്കണത്, അകത്തേക്ക് നോക്കിയിട്ട് കാണുകയാണ്. ആ ആനന്ദത്തിൽ ഇങ്ങനെ നനയാണ്. ഈ ആനന്ദത്തിൻ്റെ നനച്ചിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുളിയാവും. അതാണ് പീയൂഷാപ്ലാവിദോഹം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത് സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. അപ്പം അത് അനുഭവത്തിൽ വരും. ഇപ്പം സങ്കല്പിക്കുകയാണ്, അപ്പം അത് അനുഭവത്തിൽ വരും. 100ാമത്തെ ദശകം വരുമ്പോൾ ബ്രഹ്മം സൗന്ദര്യമായിട്ട് എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടണമെന്ന് ചോദിക്കും. കാരണം മനസ്സിന് രൂപമില്ലാത്ത ഒന്നിൽ വിശ്രമിക്കാൻ പ്രയാസമാണ്. മനസ്സിനെ ഒട്ടിക്കണമെങ്കിൽ കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഒട്ടിക്കണം. സ്നേഹത്തിന് എപ്പോഴും ഒരു മുഖം വേണം. മുഖമില്ലാത്തൊരു വസ്തുവിനെ സ്നേഹിക്കാൻ സാധിക്കില്ല. യുക്തിയെക്കാളും വേഗത്തിൽ മധുരത്തിൽ കൂടെ ഭയമില്ലാണ്ടാവും. നമ്മൾ എത്ര ഒരാളുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് കുറേ ലോജിക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര ലോജിക്ക് പറഞ്ഞു കൊടുത്താലും അയാളുടെ പേടി പോവില്ല. നേരെ മറിച്ച് മധുരമായിട്ട് അയാൾക്ക് ഒരു അനുഭവം ഉണ്ടാക്കി കൊടുത്താൽ അയാളുടെ പേടി പോകും. കൊച്ചു കുട്ടികളെ നമ്മൾ പേടി മാറ്റുന്നത് അങ്ങനെയാണ്. ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഇരുട്ടിനെ എന്തിനാണ് പേടിക്കുന്നത്, അന്ധകാരം അജ്ഞതയാണ് എന്നൊക്കെ കുട്ടിയോട് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും? കുട്ടിക്ക് മനസ്സിലാവില്ല. ആ മുറിയിൽ ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി, കഴിഞ്ഞു. സിമ്പിൾ സൊല്യൂഷൻ. എന്നിട്ട് കാണിച്ചു കൊടുക്കുക, അതാ ഇവിടെ ഇതൊക്കെ ഉള്ളൂ. ഇനി ലൈറ്റ് കെടുത്തി കാണിച്ചു കൊടുക്കുക, ഇപ്പോഴും ഇതൊക്കെ ഉള്ളൂ ഇവിടെ. സംഭവം അവസാനിച്ചു. ഇതേ വിദ്യയാണ് ഇവിടെ ചെയ്യുന്നത്. യുക്തിയേക്കാളും വേഗത്തിൽ മധുരത്തിലൂടെ ഭയം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഭയം ഇല്ലാണ്ടാക്കാനാണ് ഭഗവാന്റെ മധുരം നിറഞ്ഞ രൂപത്തെ കൊടുത്തിരിക്കുന്നത്. എന്താ ഭയം? മരണഭയം, വേറെ ഒന്നുമല്ല. മനുഷ്യനൊരൊറ്റ വികാരമേ ഉള്ളൂ എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്, അത് മരണഭയമാണ്. അതിനെ നമ്മൾ മറന്നിരിക്കണ നേരത്തിനെയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. ഈ മരണഭയം കൊണ്ടാണ് എന്നെക്കാളും വേറൊരുത്തൻ നന്നാവുമോ, അപ്പുറത്തുള്ളവന് എന്നെക്കാട്ടിലും സൗഖ്യം വരുമോ, അസൂയ, മത്സരബുദ്ധി, കോപം, അക്രമാസക്തം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം വരുന്നത് മരണഭയത്തിനാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലൊക്കെ പടങ്ങളുടെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് യാമിരുക്ക ഭയമേൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കളയേണ്ടത് മരണഭയം. എങ്ങനെയാണ് മരണഭയം പോവുക? ഞാൻ ഈ ദേഹമാണെന്നുള്ള ചിന്ത പോകുമ്പോൾ. അഹങ്കരിച്ചാൽ മരണം പോവും, അഹങ്കാരം പോവും. ഇതാണ് വിദ്യ. ഇത് തന്നെയാണ് മൃത്യുഞ്ജയൻ, ഇത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഈ വിദ്യ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കാൻ 7 ദിവസം കൊണ്ട് ശാപം കിട്ടി മരിച്ചു പോവും. 7ാമത്തെ ദിവസം പരീക്ഷിത്ത് 7 ദിവസം കൊണ്ട് നന്നായി മരിക്കാൻ പഠിച്ച വിദ്യയാണ് ഭാഗവതം. നന്നായി മരിക്കാൻ പഠിക്കലാണ് ഭാഗവതം. അത് മനസ്സിലാക്കിയാൽ ഭാഗവതം കേട്ടോണ്ട് ഗുണമുണ്ട്, ഇല്ലെങ്കിൽ ഗുണമില്ല. അത് ഭട്ടതിരി എങ്ങനെ മനസ്സിലാക്കിയെന്നാണ് നമ്മളിരുന്ന് പഠിക്കുന്നത്. അത്രേ ഉള്ളൂ. മരിക്കാൻ പഠിക്കലാണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമൃതം എന്ന് പറഞ്ഞാൽ മരണാനന്തരം വരുന്ന മോക്ഷമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള വരൾച്ച എന്നുള്ള നമ്മുടെ മോചനാണ്. ഭഗവാന്റെ രൂപം ഭക്തനെ ഒരിക്കലും ബന്ധിക്കില്ല, പക്ഷെ മറിച്ച് അന്വേഷണത്തിൻ്റെ അപ്പുറത്തേക്ക് അവനെ എത്തിക്കുകയാണ്. ഭഗവാൻ ഒരു ഗേറ്റാണ്. നമ്മൾ അന്വേഷിച്ച് ഗുരുവായൂർ എത്തുകയാണ്. അവിടെ അവസാനിച്ചാൽ അവിടെ കിടക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയണം.
ഉദ്ധവനെ അതാ ഭഗവാൻ ചെയ്ത്. ഉദ്ധവനെ വേണമെങ്കിൽ ഭഗവാന്റെ ഭക്തോത്തമനാണല്ലേ. ഉദ്ധവന്റെ മുകളിലൊരു ഭക്തനില്ല എന്ന് പറയാം. ഉദ്ധവാ ബുദ്ധി സത്തമാന്നാ വിളിച്ചത്. ബുദ്ധി കൊണ്ടും ഭക്തി കൊണ്ടും ഉദ്ധവനോട് മത്സരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ ഉദ്ധവൻ ആ രൂപത്തിൽ കിടക്കരുത് എന്ന് ഭഗവാന് നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ രൂപമാണ് അവൻ കുടുങ്ങിയത്. ആ രൂപം ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനെ പോലെ തന്നെ ആയി അല്ലേ. ഉദ്ധവനെയും ഭഗവാനെയും കണ്ടാൽ തിരിച്ചറിയാണ്ടായി. രൂപം ധ്യാനിച്ച് 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 ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട്, 50-60 കൊല്ലമൊക്കെ ഒന്നിച്ച് ജീവിക്കണം ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരേ ഛായ തോന്നും. കണ്ടാ തോന്നും കൂടപ്പറപ്പാന്ന്. അന്യോന്യം ചിന്തിച്ച് ചിന്തിച്ചായിട്ടുള്ളതാണ്. ഇനിയുള്ള കാലത്ത് അങ്ങനെ കാണൂല്ല. ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ചാവുകയാണ്. അതേമാതിരിയാണ് ഉദ്ധവൻ ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനെ പോലെ തന്നെയായി, രൂപത്തിൽ സ്റ്റക്കായി. ഭഗവാന്റെ ആഗ്രഹം, ഭഗവാൻ ഉദ്ധവനോടുള്ള അപാര കരുണ കൊണ്ട് അവൻ ഇതിൽ കുടുങ്ങിപ്പോരുത്. കാരണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ശരീരം പോവും, അവൻ തകർന്നു, അവൻ ചിലപ്പോൾ ആത്മഹത്യ കളയും. അതുകൊണ്ട് അവനെ മുറിക്കണം. അതിനു വേണ്ടിയിട്ട് വളരെ നിഷ്കരുണം ഒരു സർജറി നടത്തി പറഞ്ഞേക്കണ പോലെയാണ് ആ ബദരിക്ക് പിടിച്ച് തള്ളി പറഞ്ഞേക്കാണ്. ഇന്നത്തെ ഉദ്ധവൻ്റെ അവസ്ഥ എന്താ? ഭഗവാന്റെ പ്രതിനിധിയായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഉദ്ധവനാ. ബദ്രിനാഥിൽ ഉത്സവത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഉദ്ധവന്റെ മൂർത്തിയാണ്. ബദ്രിനാഥിന് ഉത്സവമൂർത്തിയില്ല. ഉദ്ധവനാണ് ഭഗവാനായിട്ട് പുറത്തേക്ക് പോകുന്നത്. ഭഗവാൻ ഭക്തനായിട്ട് ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കാൻ പോണു. ഉദ്ധവന്റെ രൂപമാണ് ഇന്ന് ഭഗവാന്റെ രൂപം. ഇന്ന് ഉദ്ധവനെ കണ്ടാൽ ഭഗവാനെ കണ്ട മാതിരിയാണ്. നോക്കൂ, ഭഗവാന്റെ രൂപത്തിൽ കുടുങ്ങിയ ഒരാളെ ഭഗവാൻ ആ രൂപചിന്തയിൽ നിന്ന് മോചിപ്പിച്ച് പറഞ്ഞയച്ച് തൻ്റെ രൂപം തന്നെ കൊടുത്ത് ലോകം മുഴുവൻ തൻ്റെ രൂപം ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ ഇത് അവനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. കരുണ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ശ്ലോകം ഭക്തി ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊരു വരൾച്ചയുണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു തളർച്ചയുണ്ടെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ശ്ലോകം ജപിക്കുന്നത് നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഒരു രൂപം സങ്കല്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ശ്ലോകം ചെല്ലേണ്ടതെന്നാണ് പറഞ്ഞത്. മറിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വികാരങ്ങളെയൊക്കെ നിർബന്ധിച്ച് ഭഗവാനെ ഭക്തി ഉണ്ടാവണേ ഇവർ കഷ്ടപ്പെട്ട് ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി ഒന്നും കൊണ്ടുവരണ്ട. ആ മധുരം തന്നെത്താൻ ഒരു ദിവസം വരാനായിട്ട് അനുവദിച്ച് കാത്തിരിക്കുക. രാധ കാത്തിരുന്ന പോലെ ഇരുന്നാൽ കൃഷ്ണനെ കിട്ടും. രാധ കാത്തിരിപ്പാണ്. എറ്റേണൽ വെയിറ്റിംഗ് ആണ്. എന്നും കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് ഉണ്ടെങ്കിൽ മധുരം സ്വയം വരുന്നതാണ്. ധ്യാനം എന്നുള്ളത് അധ്വാനമല്ലാണ്ട് ഒരു നറിഷ്മെൻ്റ് ആക്കുക, ഒരു നല്ല ഭക്ഷണം കഴിക്കണ മാതിരി ആവണം. അല്ലാണ്ട് ധ്യാനിച്ച് ക്ഷീണിക്കരുത്. പലരും ധ്യാനിച്ച് ക്ഷീണിക്കുക പതിവ്. ധ്യാനം ക്ഷീണിപ്പിക്കും, ശരീരം ശോഷിക്കും, ശരീരത്തിൽ ചൂട് കൂടും, കുരുവൊക്കെ പൊന്തും ചിലർക്ക്. അത് കാരണം അത് കൃത്യമായിട്ട് മൈൻഡിന് റെസ്റ്റിംഗ് കൊടുക്കാണ്ട് വല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ഫോക്കസ് ചെയ്യുന്നുണ്ടാണ്. ഫ്രീ ആയിട്ട് കൊടുക്കണം. ഫ്രീ ആയിട്ടിരുന്ന് ഈ പ്രശ്നം വരുന്നില്ല. ഭട്ടതിരിപ്പാട് നമ്മൾ നിൽക്കുന്ന അതേ സ്ഥലത്താണ് നിൽക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? ഗുരുവായൂരിലെ ആ അമൃതവർഷത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്.